നമസ്തേ നമസ്തേ. നമ്മളിപ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിലാണ് കേട്ടോ. ഇന്ന് രാവിലെ ഞങ്ങൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിലേക്ക് പുറപ്പെട്ടു. ഞാനും ചേട്ടനും കൂടിയിട്ട് ബസ്സിലാണ് കേട്ടോ പോയത്. മാളയിലേക്കാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ വണ്ടി പോയത്. മാള ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് മാള ബസ് സ്റ്റാൻഡ് കണ്ടോ. കുറേ കുട്ടികൾ, യൂണിഫോം ഇട്ട കുട്ടികൾ കോളേജിൽ പോകണമെന്ന് തോന്നുന്നു. മാള ബസ്സിൽ കയറി. ഞങ്ങൾ ബസ്സിലിരുന്നിട്ട് കാണുന്നതാണ് ഇതൊക്കെ. കാശിനാഥൻ ബസ്, വേറെ കുറേ ബസ്സുകൾ ഇവിടെ കിടക്കുന്നുണ്ട്. മാള ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഈ ബസ് സ്റ്റാൻഡ് ഒന്ന് നന്നായിട്ട് കാണിക്കാം. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പിടിച്ചതാണ് കേട്ടോ. നമ്മളുടെ ബസ് സ്റ്റാർട്ടായിട്ടോ. മാളയിൽ നിന്ന് കൊടുങ്ങല്ലൂരിലേക്കാണ് ഈ വണ്ടി ഇപ്പോൾ പോണത്. കുറച്ച് ഭാഗമൊക്കെ ഞാനിങ്ങനെ വഴിയിൽ എനിക്കിഷ്ടപ്പെട്ട ഭാഗങ്ങൾ പിടിച്ചതാണ്. കുറേ സ്ഥലത്ത് വെള്ളക്കെട്ടുകളൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, ഇത് പുല്ലൂറ്റ് പാലമാണ് കാണുന്നത്. വലിയ ഒരു കായലാണ് കേട്ടോ ഇത്. പുഴ, വലിയ പുഴയാണ്. അതിൻ്റെ മുകളിലുള്ള പാലാണ് ഇത്. പുല്ലൂറ്റ് പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ കുറച്ചും കൂടെ ഉള്ളൂ കേട്ടോ അമ്പലത്തിലേക്ക് എത്താനായിട്ട്. അങ്ങനെ കൊടുങ്ങല്ലൂർ കിഴക്കേ നടയിൽ ഞങ്ങൾ ഇറങ്ങി. കുറച്ച് വഴി നടന്നപ്പോഴേക്കും അമ്പലത്തിൻ്റെ മുറ്റത്തെത്തി. ഇതാ നോക്കൂ, ആൽമരമാണ് നമ്മളെ ഇവിടെ ആകർഷിക്കുന്ന ഒരു വസ്തു. ഉണ്ടാവും നിറയെ വേരുകൾ, കീഴ്പോട്ട് ഞാന്ന് കിടക്കുന്ന ആൽവൃക്ഷങ്ങൾ. ഇത് ഒരെണ്ണമൊന്നുമല്ല ഇവിടെ കേട്ടോ, ഒരുപാടുണ്ട്. ഞങ്ങൾ നടന്ന് ഈ കയറ്റിക്കൂടെയാണ് ഉള്ളിൽ കിടക്കണേ. ചെരുപ്പ് ഇവിടെ പുറത്ത് വെച്ചിട്ട് ഞങ്ങൾ ഉള്ളിലേക്ക് കിടന്നു. ഇത് നമ്മുടെ മുന്നിൽ നടപ്പരയിലേക്കാണ് പോണത് കേട്ടോ. അവിടെ കുറേ ആൾക്കാർ ക്യൂ നിൽക്കുന്നുണ്ട് അമ്പലത്തിനുള്ളിലേക്ക് കയറാനായിട്ട്. ഈ സ്ത്രീ ഞങ്ങളുടെ ക്യൂവിൻ്റെ മുന്നിലുണ്ടായിരുന്നതാണ്. തൊഴുത് കഴിയുന്നത് വരെ ഞങ്ങളുടെ ഒപ്പുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ അടുത്താണ് വീടെന്ന് തോന്നുന്നു. നമ്മളങ്ങനെ നടപ്പുരയിലെത്തി. ഇതിന് മുകൾ ഭാഗം കണ്ടു. നല്ല രസകരമായ തട്ടിട്ട സ്ഥലമാണ് ഈ നടപ്പുര. ഇതിൻ്റെ ഓരോ തൂണും എത്ര വണ്ണുള്ള തൂണാണെന്നറിയോ. 2 വരിയായിട്ടാണ് ഭക്തർ നിൽക്കണത്. ചില ആൾക്കാരുടെ കയ്യിൽ വാള്, ചിലമ്പൊക്കെ ഉണ്ട്. ഇതെന്തെങ്കിലും വഴിപാടായിരിക്കും കേട്ടോ. വഴിപാടുണ്ട്. വാള് എടുത്ത് ഉള്ളിലെ കയറാമെന്നും അതുപോലെ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. പല ആൾക്കാരുടെ കയ്യിലും വാള് ഞാൻ കണ്ടു. ദേവിയുടെ ഒരു ഇഷ്ടപ്പെട്ട ഒരു ആയുധമാണല്ലോ വാളും ചിലമ്പും. ഇവിടെ ഒരു കല്ലൊക്കെ ഉണ്ട് കണ്ടോ. ഈ കല്ലിൻ്റെ അടുത്ത് 2 കല്ല്, 2 കല്ലുണ്ട്. ഇതാണ് കോഴിക്കല്ല്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ദിവസമുണ്ട്, കോഴിക്കല്ല് മൂടുക എന്ന ഉത്സവത്തിനോടനുബന്ധിച്ചിട്ടേ, കൊടുങ്ങല്ലൂർ ഭരണിയുടെ സമയത്തൊക്കെ. ഇതാണെന്നാണ് ഞാൻ മനസ്സിലാക്കണത്. 1-2 കല്ലുകളുണ്ട്. അതിൻ്റെ അടുത്ത് കുറേ കുമ്പളങ്ങയൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. ഇവിടെ ഇട്ടക്കണതല്ല, ആരോ വഴിപാടായിട്ട് കൊണ്ടുവന്നിക്കുന്നതാണ്. ചിലർ പുഷ്പങ്ങളൊക്കെ അതിൻ്റെ അടുത്ത് വെക്കുന്നുണ്ട്. ചന്ദനത്തിരി കത്തിച്ച് വച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ക്യൂ അങ്ങനെ നീങ്ങി ഉള്ളിലേക്ക് എത്താറായിട്ടുണ്ട് കേട്ടോ. 2 വരി ഒപ്പാണ് പോണത് ഉണ്ടോ. ഇയാളുടെ കയ്യിലുണ്ട് കുട്ടിയുണ്ട്, ഭാര്യയുടെ കയ്യിലും കുട്ടിയുണ്ട്, ഭർത്താവിൻ്റെ കയ്യിലും കുട്ടിയുണ്ട്. വാൾ കൊടുത്തിട്ടുണ്ട്. കുട്ടികളുണ്ടാവാനായിട്ട് പ്രാർത്ഥിച്ചതൊക്കെ ആയിരിക്കും. കൊടുങ്ങല്ലൂരമ്മേ കൊടുങ്ങല്ലൂരമ്മേ കുന്നല നാട്ടിൽ കുടികൊള്ളു അമ്മേ ജയദുർഗേ. ഞങ്ങൾ ഉള്ളിൽ കടന്ന് തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. ഇറങ്ങിയതിന് ശേഷം ഞാൻ
മുൻപിൽ നിന്ന് ഒരു വട്ടം കൂടി തൊഴുത് ഇനി നമ്മൾ പുറത്ത് പ്രദക്ഷിണം വയ്ക്കാൻ പോകുകയാണ്. ഉള്ളിലേക്ക് ഫോൺ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ഉള്ളിലെ ഭാഗമൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. ദീപസ്തംഭം നോക്കൂ. ഇത് ഈ ദീപസ്തംഭത്തിൻ്റെ മുന്നിലുള്ളത് ക്ഷേത്രപാലകൻ്റെ ഒരു ശ്രീകോവിലാണ്. ഭീമാകാരമായിട്ടുള്ള ക്ഷേത്രപാലകനാണ് ഇവിടെയുള്ളത്. സാധാരണ ക്ഷേത്രങ്ങളിൽ ചെല്ലുമ്പോൾ ക്ഷേത്രപാലകനോട് അനുവാദം ചോദിച്ചിട്ട് വേണം ക്ഷേത്രത്തിലേക്ക് കടക്കാൻ എന്നാണ് പറയുക. പിന്നെ ഇവിടെ നാളികേരം ഉടയ്ക്കുന്നത് വളരെ ഒരു പ്രധാനപ്പെട്ട വഴിപാടാണ്. ഭക്തജനങ്ങൾ ഇവിടെ നിന്ന് നാളികേരം വാങ്ങി ക്ഷേത്രപാലകൻ്റെ അടുത്ത് പോയി പ്രദക്ഷിണം വെച്ച് അനുവാദം വാങ്ങി ഇവിടെ നിന്ന് നാളികേരം ഉടച്ചതിന് ശേഷമാണ് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോകുന്നത് തന്നെ. ഞാനും ക്ഷേത്രപാലകൻ്റെ അമ്പലത്തിൽ പോയി ക്ഷേത്രപാലകനെ വന്നിച്ച് വന്നു. ഞങ്ങൾ മുൻപ് ശ്രീകോവിലിൻ്റെ അടുത്ത് പോയി ഭഗവതിയെ തൊഴുത് വന്നിരുന്നല്ലോ. ഇനി ഞങ്ങൾ പ്രദക്ഷിണം വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. ഇവിടെ നോക്കൂ, നമ്മുടെ മുന്നിലുള്ള ഈ നടപ്പുരയിൽ നിന്നാൽ അവിടെയുണ്ട് ഒരു ദീപസ്തംഭം ഒക്കെ. അതിൻ്റെ മുന്നിൽ നിന്നാൽ കണ്ടോ, ഇവിടെ നിന്നാൽ ഉള്ളിലേക്ക് പോകാനുള്ള ഒരു വാതിലുണ്ട്. കണ്ടോ, ചില ആൾക്കാർ ഇതിക്കൂടെ കടന്നു പോകുന്നുണ്ട് കേട്ടോ. ഇതിക്കൂടെ കടന്നാൽ ക്യൂ നിൽക്കണ്ട. ആരെങ്കിലും ബന്ധുക്കളോ പരിചയക്കാരോ ഉണ്ടായിരിക്കും ഇവരെ പെട്ടെന്ന് കടത്തി വിടുന്നതാണ് കേട്ടോ കാണുന്നത്. ഇവിടെയുണ്ട് സൂത്രപ്പണികൾ ആൾക്കാർക്ക്, മനസ്സിലായോ? അപ്പുറത്ത് ഭക്തന്മാർ ക്യൂ നിൽക്കുമ്പോൾ ഇവിടെ ക്യൂ നിൽക്കാതെ ഈ വാതിലിലൂടെ അകത്തേക്ക് പോകുന്ന കുറേ ആൾക്കാർ. ഞങ്ങൾ വീണ്ടും നടന്നു കുറച്ചും കൂടി. അപ്പോഴാണ് അവിടെ ഒരു തവിട്ടുമുത്തിയുടെ ഒരു പ്രതിഷ്ഠയുള്ള സ്ഥലം. സ്ത്രീകളാണ് ഇവിടെ പൂജ ചെയ്യുന്നത്. അരിമണി വറുത്ത് പൊടിച്ച തവിട് ആണ് ഇവിടുത്തെ പ്രധാന പൂജാദ്രവ്യം. അപ്പോൾ നമ്മൾ ഈ പൂജാരിക്ക് പൈസ കൊടുത്താൽ നമുക്ക് കുറച്ച് അരിപ്പൊടി തരും. അത് ഈ തവിട്ടുമുത്തിയുടെ ശിരസിൽ ധരിച്ച് അതിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് പ്രസാദമായിട്ട് കഴിക്കുകയും ചെയ്യാം. തവിട്ടുമുത്തി എന്നാണ് പറയുന്നത്. തവിടല്ല, ഇത് ശരിക്കും അരി വറുത്ത് പൊടിച്ചതാണ്. ഞങ്ങൾ വീണ്ടും മുന്നിലേക്ക് നീങ്ങാണ്. പിൻഭാഗത്തെത്തി ഞങ്ങൾ അമ്പലത്തിൻ്റെ. ഇവിടെ നോക്കൂ, ഇവിടെയുണ്ട് കുറേ ആൽമരങ്ങൾ. അവിടെ നിന്ന് ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഒരു വിസ്മയകരമായിട്ടുള്ള ദൃശ്യമാണല്ലേ ഇത്. നിറയെ ആലുകൾ. ആൽത്തറയിൽ ഇരിക്കാം. വീണ്ടും നമ്മൾ കുറച്ചും കൂടി മുന്നിലേക്ക് ഈ സൈഡിലേക്ക് വന്നു. അപ്പോഴവിടെ ഒരു സ്റ്റെപ്പുകൾ കണ്ടു. അതിനവിടെ ഒരു ക്ഷേത്രക്കുളമുണ്ട്. ആ കുളത്തിലെ വെള്ളമൊക്കെ ഒന്ന് കാണാം എന്ന് വിചാരിച്ച് ഞങ്ങൾ ആ സ്റ്റെപ്പുകൾ കയറി. കണ്ടല്ലോ, ഇതാണ് കുളം. ഇവിടെ മണലായതുകൊണ്ട് ഇങ്ങനെയാണ് ഇവിടുത്തെ കുളം. മണൽ പ്രദേശങ്ങളിൽ ഇങ്ങനെയാണ് കുളം. ഈ കുളത്തിന് കുളപ്പരയുണ്ട്, കുളിക്കടവുണ്ട്. 3ആയിട്ട് ഭാഗിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കും കുട്ടികൾക്കും അല്ലെങ്കിൽ പുരുഷന്മാർക്ക് അല്ലെങ്കിൽ പൂജാരിക്ക് ഒക്കെ വേറെ വേറെ കടവുകളാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് പറയണത്. കാൽമുഖം കഴുകാൻ വേണമെങ്കിൽ, പക്ഷെ വെള്ളം അത്ര ശുദ്ധമാണെന്ന് തോന്നുന്നില്ല. തിരിച്ചിങ്ങോട്ട് വന്നു. ഈ സ്റ്റെപ്പ് ഇറങ്ങിയപ്പോഴാണ് ഇവിടെ വസൂരി മാല എന്ന് പറയുന്ന ഒരു വിഗ്രഹമാണ് ഈ ക്ഷേത്രത്തിനുള്ളിലുള്ളത്. അതായത് പണ്ട് കാലത്ത് എല്ലാവരും ഭയപ്പെട്ടിരുന്ന ഒരു രോഗമാണ് വസൂരി, അതായത് ചിക്കൻ ബോക്സ്. അത് വരാതിരിക്കാനായിട്ടും അത് വന്നു കഴിഞ്ഞാൽ ഭേദമാകാനായിട്ടും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാവരും അവിടെ പോയി പ്രാർത്ഥിച്ച് അവിടുന്ന് മഞ്ഞൾപ്പൊടി ഒഴിഞ്ഞ് വസൂരി മാല എന്ന ഭഗവതിയിലെ ശരീരത്തിലേക്ക് എറിയുന്നു. നമ്മളല്ല ചെയ്യാതെ, അവിടെ ഒരു പൂജാരി. സ്ത്രീകളാണ് ഇവിടുത്തെ പുറത്ത് ഭാഗത്തുള്ള പൂജാരിമാരൊക്കെ കേട്ടോ. അത് അവരുടെ അവകാശമാണെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ പണം അവരുടെ തട്ടത്തിൽ വെച്ച് കൊടുത്താൽ അവർ തന്നെ നമ്മളോട് പേര് ചോദിച്ചിട്ട് നമ്മളെ
കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് നമ്മളെ ഒന്ന് ഒഴിഞ്ഞിട്ട് ആ ദേവിയുടെ ശരീരത്തിലേക്ക് അത് എറിയുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഒരു സ്ത്രീ കണ്ടോ, അവർ ചെറുപ്പം തന്നെയാണ്. അതാ ഇവരാണ് കേട്ടോ. ഓരോരുത്തരും പണം കൊടുക്കുമ്പോൾ മഞ്ഞൾപ്പൊടി എടുക്കുക, ദാ ഇങ്ങനെ ഒഴിയുക, ആ ദേവിയുടെ ശരീരത്തിലേക്ക് ഇടുക. അതിന് മുന്നിലായിട്ട് ഇവിടെ കുറച്ച് പ്രസാദം വെച്ചിട്ടുണ്ട്, അത് നമുക്ക് തൊടാം. അതാണ് വസൂരിമാല എന്ന് പറയുന്ന ദേവി. പണ്ടത്തെ ഒരു ഭീകരമായ രോഗമായിരുന്നല്ലോ വസൂരി. അപ്പോൾ ഈ മഞ്ഞപ്പൊടി ആണ് അതിനുള്ള മരുന്ന്. ഇന്ന് നോക്കൂ, മരങ്ങൾ എത്ര ആൽവൃക്ഷ അല്ലേ. ചിലത് മുഴുവൻ ആലല്ല കേട്ടോ, ചിലതൊക്കെ. വീണ്ടും നമ്മൾ മുന്നിലേക്ക് വന്നു കേട്ടോ. പുറത്ത് പ്രദക്ഷിണം വെച്ച് മുന്നിലേക്ക് എത്തി. അപ്പോഴാണ് ഇവിടെ ഉണ്ടല്ലേ കർപ്പൂരം, കുരുമുളക്, മഞ്ഞൾപ്പൊടി, പട്ട്, രക്തം, ആൽരൂപം, എണ്ണ, നെയ്യ്, അവിടെ ശ്രീചക്രം, പുഷ്പാഞ്ജലി, പ്രസാദ കൗണ്ടർ, തീർത്ഥവും പ്രസാദവും ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് വാങ്ങാൻ ഞാൻ വീണ്ടും അവിടേക്ക് പോയി. തീർത്ഥവും ചന്ദനവും ഒക്കെ വാങ്ങി നെറ്റിയിൽ തൊടാം. ഞാൻ തൊട്ടു, ചേട്ടനും തൊടിച്ചു കൊടുത്തു. അപ്പോൾ നമ്മളിവിടെ അകത്തു പ്രദക്ഷിണം വെച്ചു, വഴിപാട് ഇട്ടു, പുറത്തും പ്രദക്ഷിണം വെച്ചു. ഇനി തിരിച്ചു പോരാണ്. കണ്ടോ, കോഴിക്കല്ല് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ഒരുപാട് പ്രാവുകൾ ഭക്തർ കൊണ്ടിട്ട ധാന്യങ്ങളൊക്കെ തിന്നാനായിട്ട് എത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് പോരുകയാണ് കേട്ടോ. വിശക്കുന്നുണ്ട്. സമയം ഇപ്പോൾ 11:45 കഴിഞ്ഞു. വിശക്കുന്നുണ്ടായിരുന്നു. തൊട്ടടുത്തുള്ള ഹോട്ടലിൽ കയറി പൂരി, മസാല, ചായ ഒക്കെ കഴിച്ചു. ശമനമായി വിശപ്പിന്. ഭക്ഷണം കഴിച്ചതിന് ശേഷം ഞങ്ങൾ ബസ് കയറാനായിട്ട് ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ മറുഭാഗത്തേക്ക് എത്താനായിട്ട് നടക്കുകയാണ്. ഈ വഴിയിലൂടെ പോയാൽ ബസ് കിട്ടും എന്ന് പറഞ്ഞു. ക്ഷേത്ര മൈതാനത്തിൽ ഒരുപാട് വണ്ടികൾക്ക് പാർക്ക് ചെയ്യാൻ സ്ഥലമുണ്ട്. പക്ഷെ നമ്മൾ വണ്ടിയിലല്ല പോയിരിക്കുന്നത്, ലൈൻ ബസ്സിലാണ്. അപ്പോൾ ഈ വഴിയിൽ വന്നാൽ ഈ സൈഡിലുള്ള പറമ്പിൽ നിറച്ച് ആലുകളാണ്. ഈ കാഴ്ച തന്നെയാണ് കേട്ടോ ഇത്. ഗംഭീര കാഴ്ച. ഇതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടൊന്നും അറിയില്ല, ചേട്ടനോട് ചോദിക്കാം. എലത്തൂർ ആൽത്തറ നമ്പർ 57. ചേട്ടാ ഒരു മിനിറ്റ് നിൽക്കോ. ആൽത്തറ നമ്പർ 57 പറഞ്ഞില്ലേ? ഇന്ന് ചെന്നിട്ടാ കോഴിക്കോടാ? മലബാറിന്റെ ഭാഗമായിരുന്നു നമ്മുടെ ഈ അമ്പലം. ഈ പുഴയില്ലേ, പേരിന്റെ ഇപ്പുറമുള്ള സ്ഥലം. ഈ പുഴയുടെ ഇപ്പുറം കോസ്റ്റൽ ഏരിയ മുഴുവൻ മലബാറിന്റെ ഭാഗമായിരുന്നു. ഗുരുവായൂരടക്കം. ഗുരുവായൂർ ഇപ്പോഴും മലബാറിനല്ലേ? മലബാറിന്റെ ഭാഗമാണോ കൊടുങ്ങല്ലൂർ വരെ ആ വഴി. ഏതാ പുഴ എന്ന് പറഞ്ഞതപ്പോ? ഈ പുഴയില്ലേ നമ്മൾ കണ്ടില്ലേ, പേർ പുഴ. നമ്മളിപ്പോ ഒരു പുഴ. അപ്പൊ ഇതൊക്കെ അതാണ് എങ്ങനെ മലപ്പുറംകാർ ഇവിടേക്ക് മലബാറുകാർ കൂടുതൽ വരണല്ലേ? അപ്പൊ ഈ ആലൊക്കെ ആര് വെച്ചതാ ചേട്ടൻ? ഈ ആലോ കേട്ടാ എന്താ വളഞ്ഞ് പിരിഞ്ഞ് ഒരു പ്രത്യേക അനുഭൂതി തന്നെയാണല്ലേ ഇവിടെ. കാണാനുണ്ട്, നിറച്ച് ആൽമരമാണല്ലോ. അങ്ങനെ നമ്മൾ റോഡിലേക്ക് കടന്നു. റോഡിൻ്റെ ഈ സൈഡിലും ആൽവൃക്ഷങ്ങൾ നിറച്ചുള്ള ഒരു സ്ഥലമാണ്. ബസ് അവിടെ അപ്പുറത്ത് വരും. ഞങ്ങൾ കുറച്ചുകൂടി നടന്ന്
മറു സൈഡിലേക്ക് കടക്കണം. വണ്ടികൾ ശ്രദ്ധിച്ച് അവിടെ ബസ് വരുന്നുണ്ട്. ഇത് ഗുരുവായൂർക്ക് പോണ ബസ്സാണ്. തൃപ്രയാറാണ് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ കേട്ടോ. തൃപ്രയാർ പോയിട്ട് ശ്രീരാമചന്ദ്രനെയും തൊഴണം. അപ്പം ഞങ്ങൾ ഒരു ഗുരുവായൂർ ബസ്സിലാണ് കയറിയത്. അത് തൃപ്രയാർ വഴിക്ക് പോണതാണ്. അതിൽ കയറി ഇങ്ങനെ ഇരുന്നു. കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് വണ്ടി വിട്ടത്. ഈ വണ്ടി പോകുന്നത് NH66 ആണത്രേ വഴിയിലൂടെ. NH66 കൂടെ പുതിയതായിട്ട് NH പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് പേരാലാണ് കേട്ടോ ചേട്ടാ, അരയാലല്ല, പേരാലാണ്. മനോഹരമായ തണലോടുകൂടിയ ആൽമരങ്ങളൊക്കെയുള്ള ഇതിൻ്റെ അപ്പുറത്തൊരു കുളം, വീണ്ടും ഒരു കുളം കൂടിയുള്ള. നമ്മൾ ഗുരുവായൂർക്ക് അല്ലേ, ഗുരുവായൂർക്കല്ല തൃപ്പയാർ, തൃപ്പയാർക്ക് പോവാം, ഗുരുവായൂർക്കും പോവാം. നമ്മള് 60 പോയപ്പോ കണ്ടില്ലേ? അതന്നെ നമ്മളുടെ എത്രയാ? 544. ഇത് 66 എവിടെ വരുന്നറിയോ? ഇവിടെ പാലാരിവട്ടം തൊട്ട് മംഗലാപുരം വരെ 66 ഒറ്റ വഴി. ഭയങ്കര 6 മണിക്കൂർ കൊണ്ട് അവിടെ എത്താം. വഴി ശരിയായി കഴിഞ്ഞു. വഴി പല ദിക്കിലും ശരിയായിട്ടില്ലേ? നമ്മളെന്നാളെ പോയില്ലേ വളാഞ്ചേരി, അവിടെ ശരിയായിട്ടില്ലേ? നേരത്തെ പോയ കുളം അല്ലേ? നേരത്തെ കണ്ട കുളം ഇതാണ്. ഓക്കെ, ഇത് ശരിക്കും കാണാൻ പറ്റും. കുളത്തിൽ എത്ര കടവാ? പക്ഷെ വെള്ളം അത്ര നല്ലതല്ല അല്ലേ? ഹോസ്പിറ്റലെന്ന് പറഞ്ഞത് നോട്ടെ അവിടെ ഇത് താലൂക്ക് ഹോസ്പിറ്റലാണ് കേട്ടോ. താലൂക്ക് ഹെഡ് ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലാണ്. വളരെ വലിയ ഹോസ്പിറ്റലാണ് കേട്ടോ, ഫേമസ് ആണ് ഇത്. കണ്ടോ ഇതിൻ്റെ ബാക്കിലേക്ക് ഇത് 4-5 നിലയുണ്ട് കേട്ടോ അതിന്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് പിൻഭാഗത്തേക്കും പണിതുണ്ട്. ആംബുലൻസൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് നേരം വണ്ടി ഇവിടെ ഇട്ട് തരണം, നമുക്ക് നിന്നിട്ട് കാണാൻ പറ്റി നന്നായിട്ട്. ഇതാ നമ്മുടെ വണ്ടി നീങ്ങി തുടങ്ങി, കണ്ടോ? അങ്ങനെ നമ്മൾ കൊടുങ്ങല്ലൂർ അമ്പലവും പരിസരവും ഹോസ്പിറ്റലൊക്കെ കണ്ടു. ഇവിടെയുണ്ട് ഒരു ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഇവിടേക്ക് ബസ് ഈ സൈഡിൽ കൂടെ പോകും. ഇവിടെ കിടക്കണില്ല എന്നാണ് പറയണത്. നമ്മുടെ വണ്ടി വിടാൻ പോവുകയാണ്. എല്ലാ വണ്ടികളും സ്റ്റാൻഡിൽ കയറിയിട്ടേ പോവുള്ളൂ. NH66 അല്ലേ? എൻ്റെ പൊന്നിത് എന്നാ കഴിയപ്പോ? കുറേ നാളായി തുടങ്ങിയിട്ട്. NH66 അല്ലേ? പാലാരിവട്ടം തൊട്ട് എടപ്പള്ളിയോ? എടപ്പള്ളി തൊട്ട് അല്ലേ? പൊടി കണ്ട എന്തൊരു പൊടിയാണ്, പൊടി പൊടി. ഈ വെയിലത്തെ പണിയെ ആൾക്കാരെ സമ്മതിക്കണം അല്ലേ? പില്ലർ ഉണ്ടാക്കാനാ അല്ലേ ഇങ്ങനെ കുഴി കുത്തിയിട്ട്? ഭഗവാനെ, നമ്മളുടെ വണ്ടി പോകുന്ന അതിന് പാരലായിട്ടാണ് ഈ NHും പണിയണത്. ചില സ്ഥലങ്ങളിൽ മാത്രമേ മാറ്റുള്ളൂ. പിന്നെ ഈ NHൻ്റെ അപ്പുറത്തായിട്ട് ഒരു വലിയ പുഴ ഒഴുകുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ അത് ദൃശ്യമാകുന്നുണ്ട് നമുക്ക് കേട്ടോ. ചില സ്ഥലങ്ങളിൽ പുഴ കാണാൻ സാധിക്കും. ഇതാ കണ്ടില്ലേ,
അതാ പറഞ്ഞേ, ആ പുഴയുടെ ഈ സൈഡാണ് മലബാർ എന്ന് പറഞ്ഞത്. അപ്പോൾ കൊടുങ്ങല്ലൂർ അമ്പലം, തൃപ്രയാർ അമ്പലം, അതുപോലെ ഗുരുവായൂർ ഈ പരിസരമൊക്കെ മലബാറിൽ വിടുന്നതായിരുന്നു എന്നാണ് പറയണത്. അതുകൊണ്ട് തന്നെയാണ് മലബാറിലെ ആൾക്കാർ ഇന്നും ഈ കൊടുങ്ങല്ലൂരിലേക്ക് പ്രവഹിക്കുന്നത് ഭക്തരായിട്ട്. കൂടുതൽ ആൾക്കാരും അവിടെ നിന്ന് വരുന്ന ആൾക്കാർ തന്നെയാണ്, ഇവിടത്തേക്കാളും കൂടുതലായിട്ട്. ഇവിടെ വെച്ച് നമ്മൾ നിർത്തുകയാണ് കേട്ടോ. ഇഷ്ടമായോ? ലൈക്ക് ചെയ്യൂ.